അപ്പോൾ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇന്ന് ഈ പ്രായത്തിൽ ഞാൻ റബ്ബർ ചെരുപ്പേ എടുത്തുള്ളൂ. അന്ന് തൊട്ട് പ്രീ ഡിഗ്രി തൊട്ട് എൻജോയ് ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ എനിക്ക് വീണ നായർ എന്നുള്ള ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കിനും അച്ഛനായിട്ട് ഇട്ടാം. ശരിക്കും കാവൽക്കുന്നുംപുറം ബാബു വീണാമോൾ എന്നാണ്. എന്നെ പോലത്തെ കുറച്ച് അടിയന്മാർക്ക് മാത്രമേ പെൺപിള്ളേരെ കിട്ടാറുള്ളൂ. കുടുംബസമേതത്തിന് അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ ചെമ്പൈ സംഗീത കച്ചേരി നടത്തുന്ന ആ പ്ലാറ്റ്ഫോമില്ലേ, അവിടെയാണ് 8 ദിവസം കിടന്നത്. അവിടെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ കുളിക്കും, അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിൽ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം നമുക്കുണ്ട്. 8 ദിവസം കിടന്നു. 8 ദിവസം കിടന്നപ്പോൾ ഞാൻ വലഞ്ഞു. 2 രൂപയുള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ഡയറക്ടർ റാഫി മധുര, ആക്ടർ ജയൻ ചേർത്തല ചേട്ടൻ ആൻഡ് വീണ നായർ ചേച്ചി. 3 പേർക്ക് നമസ്കാരം. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ ഈ PDC മൂവി ചെയ്യുമ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നോ? ഡെഫിനറ്റ് ആയിട്ടും. കാരണം നമ്മൾ ഈ നമ്മുടെ ഒരു പഠനകാലത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പറയുന്ന പ്രീ ഡിഗ്രിയാണ്. കാര്യം ഞാനൊക്കെ ഇപ്പം CBSE സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ 4 വയസ്സ് തൊട്ട് LKG തൊട്ടിട്ട് 10th വരെ നമ്മൾ രാവിലെ കോട്ടും സ്യൂട്ടും ഡ്രസ്സൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി ഷൂസൊക്കെ ഇട്ട്, എനിക്കൊക്കെ പഠിക്കുമ്പം മലയാളം പോലും ഇല്ല, പകുതി തൊട്ട് ഇംഗ്ലീഷ്. അവിടെ സ്കൂളിൽ എൻ്റെ അമ്മയോട് പോലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് നമ്മൾ മലയാളം ഞങ്ങൾക്ക് പാഠ്യ വിഷയമല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷായിരുന്നു. മലയാളത്തിൽ ഞാൻ പോടാന്ന് വിളിച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുട്ടയിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നിട്ടുണ്ട്. എനിക്ക് ആ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷേ സംസാരിക്കണ്ടാത്ത, ഇംഗ്ലീഷ് വേണമെങ്കിൽ പഠിച്ചാൽ മതിയാകുന്ന, മീഡിയം ഓഫ് സ്റ്റഡി ഇംഗ്ലീഷ് തന്നെയാണെങ്കിൽ പോലും പിന്നെ ഷൂസേ ഇടണ്ട. ഇപ്പോഴും ഞാൻ അതിൽ പിന്നെ റബ്ബർ ചെരുപ്പേ ഇടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ 12 വർഷം ഇട്ട ഓർമ്മയ്ക്കാണ്. അങ്ങ് വെറുത്ത് പോയി നമ്മൾ. എൻ്റെ കാല് 12 സൈസാണ്. എൻ്റെ സൈസിന് ചെരുപ്പൊന്നും ഷൂസൊന്നും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കാല് വളച്ച് വെച്ചേക്കില്ല. അപ്പോൾ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇന്ന് ഈ പ്രായത്തിൽ ഞാൻ റബ്ബർ ചെരുപ്പേ എടുത്തുള്ളൂ. അന്ന് തൊട്ട് പ്രീ ഡിഗ്രി തൊട്ട് എൻജോയ് ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ എനിക്ക് തടിയുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ. ഇറുകി പിടിച്ച് ടക്കൻ ചെയ്ത് കിടക്കുന്നത് നമുക്ക് ഭയങ്കര പാടാണ്, വയറൊക്കെ ഇതാവും. അപ്പം അത് അങ്ങനത്തെ ഒരു മനസ്സിൽ ഇഷ്ടമുള്ള എല്ലാ ഫ്രീഡവും കിട്ടുന്നു. ഒപ്പം നമുക്ക് ക്ലാസ്സിൽ കയറിയാൽ മതി. പിന്നെ കുറേ പല സ്ഥലത്തു നിന്ന് പഠിച്ചു വന്ന കുറേ കുട്ടികൾ, അന്ന് വരെ കണ്ട് ശീലമില്ലാത്ത മുഖങ്ങൾ, എല്ലാം നല്ല മുഖങ്ങൾ. നമുക്ക് പ്രണയം വരുന്ന പ്രായം 17 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ റൊമാൻറ്റിക് ആവുന്ന. അപ്പോൾ അതിൽ നമുക്ക് ഒരു കടിഞ്ഞാണും ഇല്ല. നമുക്ക് പ്രേമിക്കാം, ഇഷ്ടപ്പെടാം, പഠിക്കാം. സ്ട്രിക്റ്റ് ആയിരുന്നില്ല അന്നത്തെ കാലത്ത് ഈ ഡിഗ്രിയോ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴോ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പോലും കയറിയത് വളരെ വിരളമായ ദിവസങ്ങളിലേ ഉള്ളൂ. ഒട്ടും സ്ട്രിക്ട്നെസ് ഇല്ല. ഞങ്ങളുടെയൊക്കെ തെങ്ങിൻ ചോട്ടിലും മരച്ചോട്ടിലും എല്ലായിടും ആമ്പിള്ളേരും പെൺപിള്ളേരും ഒരുമിച്ചായിരുന്നു. എന്നെ പോലത്തെ കുറച്ച് അടിയന്മാർക്ക് മാത്രമേ പെൺപിള്ളേരെ കിട്ടാതുള്ളൂ. ബാക്കി സുന്ദരന്മാരാ. നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങിയ സമയം മുതല് ജയൻ ചേട്ടൻ പറയുന്നതാണ്, എനിക്ക് എന്നെ പോലെയുള്ള തടിയനായിട്ട് ജയൻ ചേട്ടൻ തോന്നല. ജയൻ ചേട്ടാ ശരിയാട്ടോ. അത് അടിയന്മാർക്ക് വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നു. അത് അന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ തടിയന്മാർക്ക് കോളേജിലൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എല്ലാ മരച്ചോട്ടിലും കപ്പിൾസ് ആണ്. ഒരു പെണ്ണും ഒരാണോ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നത്തെക്കായാലും എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് റോഡിൽ വരെ സ്വാതന്ത്ര്യമുണ്ട്. അന്ന് റോഡിലില്ല. ആ കോളേജിന്റെ ക്യാമ്പസിന്റെ ഗേറ്റിനുള്ളിൽ യു ആർ ഫ്രീ ടു ഡു എനിത്തിങ്. നിങ്ങൾക്ക് മൂവ് അറൗണ്ട് ചെയ്യാം, ഏത് തെങ്ങിൻ ചോട്ടി വേണേൽ പോയി എടുക്കാം. ഞങ്ങളൊക്കെ ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ മണൽക്കൂനയാണ്. ആ മണൽക്കൂനയുടെ ഇപ്പുറത്തെ കോളേജ്, ആ കൂനയുടെ അപ്പുറത്തെ വശത്ത് ആർക്കും കാണാൻ പറ്റില്ല. ഇവിടുന്ന് അവിടെ മുഴുവൻ ഓരോരുത്തർ പോയിരിക്കും. അവരെ കടപ്പുറത്ത് ഒരു കുട കാണും. ആ കുട പൊക്കി നോക്കിയാൽ 2 അടി കാണും. അപ്പൊ എങ്ങനത്തെ ഒരു കാലമായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചു. ഇനിയിപ്പോ പോയിരുന്നോണ്ട് ആരും ഇരിക്കത്തില്ല. അല്ല, ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ആ സമയത്ത് എൻ്റെ ഉമ്മയൊക്കെ ഈ പ്രീ ഡിഗ്രി വാപ്പ ആ ഒരു ഏജ് ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കേട്ടുള്ള അവർ ഉമ്മ എന്നും ഇങ്ങനെ ആണുങ്ങളടുത്ത് സംസാരിക്കാൻ പോലും ഭയങ്കര മടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ഈ സദാചാരത്തിന്റെ ഒരു മറുവശമാണ്. അപ്പം ആണും പെണ്ണും തമ്മിൽ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന റോഡിലുണ്ട്. ഇന്നിപ്പോ റോഡിൽ നിങ്ങളൊരു ആണും പെണ്ണും ഒരുമിച്ചല്ലേ നടക്കുള്ളൂ. അന്ന് ആണുങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് നടക്കും, പെണ്ണുങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് റോഡിൽ. പക്ഷെ കോളേജ് ക്യാമ്പസിനകത്ത് എൻറ്റയർലി ഡിഫറെന്റ് സിനേറിയോ ആണ്. അവിടെ നമ്മൾ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ക്ലാസ്സിൽ കയറിനേക്കാൾ ഒട്ടും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഞാനൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകളിൽ കയറിയിട്ടുള്ളൂ.
ഒന്നാമത് ഈ CBSE പഠിച്ചുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ് 9ലും 10ലും പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കയറിയില്ലെങ്കിലും സെയിം ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പം പ്രാക്ടിക്കൽസിനൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ പ്രാക്ടിക്കൽസിനൊക്കെ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കയറും. അല്ലാത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ വല്ല മരത്തേലോ അല്ലെങ്കിൽ അവിടെ ഒരു മരമുണ്ട്, ഒരു BBC ബ്ലൂ ബോയ്സ് കോർണർ, ബാക്ക് ബെഞ്ച് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ കയറിയിരിക്കും. ഞങ്ങൾ പോയി വല്ല മിഠായിയൊക്കെ അപ്പുറത്ത് വാങ്ങിച്ച് കഴിക്കും. ഈ സിഗരറ്റ് വലി പരിശോധിക്കും. അന്ന് ആദ്യമായിട്ട് സിഗരറ്റ് വലിയൊക്കെ വലിച്ചു നോക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ്. അന്ന് കഞ്ചാവൊന്നുമില്ല, സിഗരറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിഗരറ്റ് വലിച്ചോദിച്ച് നോക്കും. അല്പം സ്വല്പം കള്ള്, പുറയിൽ ഷാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി ഷാപ്പിൽ കള്ള് കുടിച്ചു നോക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രായമാണ് നമുക്ക്. വേണമെങ്കിൽ ഇപ്പൊ സിഗരറ്റ് വലി ഞാൻ ഉപേക്ഷിച്ചു. കള്ള് എനിക്ക് വയറ്റിൽ പിടിക്കാത്തതുകൊണ്ട് കള്ള് ഞാൻ അവിടെ വെച്ച് നിർത്തി. അപ്പൊ ഇത് അങ്ങനത്തെ ചില ഈ പറയുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കാനും എൻജോയ് ചെയ്യാനും ഉള്ള ഒരു അവസരം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളാണ് PDCയെ കുറിച്ചിട്ടുള്ളത്. പ്രണയമൊക്കെ മരിക്കുന്നവരെ കൊണ്ടു നടക്കുന്ന പ്രണയമൊക്കെ അവിടെ തുടങ്ങിയത്. പക്ഷെ ഇങ്ങോട്ടല്ല, അങ്ങോട്ട് വൺ സൈഡ് 50% പ്രണയം. അങ്ങോട്ട് ഫുള്ള്, ഇങ്ങോട്ട് സീറോ. അങ്ങോട്ട് ഫുൾ, ഇങ്ങോട്ട് സീറോ. അപ്പൊ 50% ആയില്ലേ? ഓക്കെ, വീണേച്ചിക്ക് PDC അല്ലാന്നറിയാം, പക്ഷെ എന്തൊക്കെയായിരുന്നു ചേച്ചിയുടെ ഒരു തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ ഈ മൂവിയിലേക്ക് വന്നപ്പോ എന്തൊക്കെ ചേച്ചിക്ക് മാറ്റം ഫീൽ ചെയ്തു? ഈ മൂവിയില് നമ്മളൊരു ദിവസം ഷൂട്ടിന് ഈ അറിയാലോ റാഫി സാറിന്റെ ഫ്രണ്ട്സും അവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടം, അദ്ദേഹത്തിന്റെ PDC പ്രീ ഡിഗ്രി പഠിച്ച കാലഘട്ടത്തിലെ സ്റ്റോറിയാണ് ഈ പ്രോജക്റ്റ്. അപ്പൊ ഈ PDCയിലെ അന്നത്തെ ദിവസം നമ്മൾ ഷൂട്ടിന് സാറിന്റെ ഫ്രണ്ട്സ് മുഴുവൻ വന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും. അന്ന് പഠിച്ചിരുന്ന ആ ഗ്രൂപ്പിലുള്ള അത്രയും പേരും വന്നിട്ടുണ്ടായിരുന്നു. അവരിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടില്. അപ്പൊ ആ പാട്ട് ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഞാനും മഞ്ജുചേച്ചിയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്, ജയൻ ചേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇവരുടെ വിചാരം ഇവരിപ്പോഴും വിചാരമല്ല, ഇവരെല്ലാരും കൂടുമ്പം അവരിപ്പോഴും അതേ പഴയ പ്രീ ഡിഗ്രി പൊടിമിഷക്കാരനും മറ്റേ അങ്ങനത്തെ ഒരു മൂഡിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടാ ഇങ്ങോട്ട് വാടാ പോടാ ആ സാധനം ഉണ്ടല്ലോ. നമ്മുടെ മനസ്സ് 17 ഇപ്പോഴും, ശരീരം മാത്രമേ പ്രായമായുള്ളൂ. ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രീ ഡിഗ്രി പറഞ്ഞത്, അമ്മയുടെ ക്ലാസ്മേറ്റ്സിനെ കൂടെ കൊണ്ടിരുത്തി നിങ്ങളെക്കാളും ഫ്രീക്ക് ആയിരിക്കും. ആ പ്രായത്തിനൊത്ത സുഹൃത്തുക്കളുടെ കൂടെ കൂടുമ്പോഴേ അത് ഞങ്ങൾ കണ്ടതാ. റാഫി ഭായി പോയിരിക്കുമ്പം അവിടെ അമ്മൂമ്മമാരായവർ വരെ ഉണ്ട്. ഇവരൊക്കെ നേരത്തെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വരെ വന്നിട്ട് എടാ റാഫി ഇവിടെ വേടാ എടാന്നൊക്കെ വിളിച്ചിട്ട് പുള്ളിയെ ഭാര്യ പോലും അത്ര സ്വാതന്ത്ര്യത്തിൽ വിളിക്കത്തില്ല. ആ കൂടെ പിടിച്ചവര് പലപ്പോഴും ഈ എനിക്ക് തോന്നുന്നു +2 പ്രീ ഡിഗ്രി ആ കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് ചിലപ്പോൾ നമ്മളുടെ ലോങ് ടൈം ഉണ്ടാവുക. ഇപ്പോഴും എൻ്റെ +2 ഞാൻ +2 പഠിച്ചത്. +2 കാലഘട്ടത്തിലെ എൻ്റെ ഉണ്ടായിരുന്ന അലീന, രഞ്ജിത, നിക്കിത, ഇവരൊക്കെയാണ്. അലീനയാണ് ഇതിനകത്ത് ഇപ്പോഴും മിക്കവാറും കോണ്ടാക്റ്റിലുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എനിക്ക് ഒരാളെ ഇങ്ങനെ തൊട്ട് പറയാമെങ്കിൽ ഇത്രയും വർഷമായിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയാൻ അത് അവരാ. കാരണം നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്ന 10ാം ക്ലാസ്സിന് ശേഷമാണ്. ഇന്നത്തെ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയണത്. ഇന്നത്തെ കുട്ടികൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണോ അതൊന്നും ഇല്ലാതെ നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സുഹൃത്തുക്കളും വല്ലപ്പോഴും പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഞാൻ കോട്ടയംകാരിയുണ്ട്. എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സംഭവം കോട്ടയത്ത് സിറ്റി വന്ന് ആര്യാസിൽ നിന്ന് ഒരു മസാല ദോശ കഴിക്കുന്നതാണ്, സിനിമയും കണ്ട്. അതാണ് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഭയങ്കര വലിയ സംഭവം. കാരണം എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ എന്ത് വേണം അച്ഛന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അച്ഛനോട് ആദ്യം പറഞ്ഞു, അച്ഛൻ തിയേറ്ററിൽ പോയി കോട്ടയത്ത് സിനിമ കണ്ടിട്ട് ആര്യാസിൽ നിന്ന് മസാല ദോശ. അന്നത് വലിയ സംഭവമാണ്. അത് ഞാൻ പറയുന്നത് വലിയ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമല്ല, 2004, 5, 6 കാലഘട്ടത്തിലാണ്. കാരണം ഞങ്ങളുടേത് ഭയങ്കര അതിസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ പരിപ്പെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒത്തിരി മാറി, ഇപ്പോൾ നല്ല വ്യത്യാസം വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്, എൻ്റെ +1 +2 തന്നെയാണ്. കാരണം ഇവരുമായിട്ട് ഭയങ്കര നമ്മൾ ജെല്ലാവും. നമുക്ക് വേറൊന്നും ഇല്ല കോണ്ടാക്ട്. നമുക്ക് ആകെ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അന്നത്തെ ടീച്ചേഴ്സ് നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ ചേഞ്ച് ആകുന്ന സമയം. ഏറ്റവും അധികം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയും പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും രഹസ്യങ്ങൾ, പ്രേമം, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പ്രീ ഡിഗ്രി പോലെ തന്നെ +1 +2. അപ്പം ഈ സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകർക്കും, ഇപ്പോഴുള്ള ഏത് പ്രേക്ഷകർക്കും, ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും അവരുടെ +2 കാലഘട്ടവും പ്രീ ഡിഗ്രി കണ്ടവർക്ക്, പ്രീ ഡിഗ്രി പാസ് ചെയ്ത് വന്നവർക്ക് പ്രീ ഡിഗ്രി ടൈമും ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.
ഇപ്പം നമുക്ക് യൂണിഫോം എന്ന് പറയുന്നത് കമ്പൽസറി ആയിരുന്നു. ഇതുപോലെ മരം ചുറ്റി പറയുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റത്തില്ല. നമ്മൾ മറ്റേ സ്കൂളിംഗ് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അത് നമ്മുടെ ചിന്തകൾ മാറുന്ന ഒരു ടൈമാണല്ലോ. നമ്മൾ വലിയ കുട്ടിയിലേക്ക് എത്തുന്നതിന് പിന്നെ അത് കഴിഞ്ഞാൽ 18 വയസ്സിലേക്ക് പോകുന്ന ഒരു ട്രാവൽ ടൈമാണ്. അപ്പോൾ ആ സമയത്തുള്ള എല്ലാ സൗഹൃദങ്ങളും ആ സമയത്തുള്ള ചിന്തകളും ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഇപ്പൊ കിട്ടിയാലും നമ്മൾ സംസാരിക്കും ഭയങ്കരമായിട്ട്. അപ്പൊ അന്നത്തെ അവരുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു കഥയാണ് വളരെ രസകരമായിട്ട് റാഫി സാർ ഇത് എഴുതി ഡയറക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് അനി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ അനിക്ക് ചെറുപ്പകാലം ഉണ്ട്. അനിയുടെ അനി എൽ എസ് അന്നല്ല ഈ ദിയ കെ ജി അല്ലെ, മനു പി എസ് എന്തൊക്കെയാണല്ലോ അവര് അങ്ങനെ തന്നെ വിളിക്കുക. ആ മനു പി എസ് വന്നില്ലേ? മനു പി എസ് ഇപ്പൊ ആലോചിക്കുക. എന്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ഫ്രണ്ടാ. അപ്പൊ എല്ലാരും അലീന ബാലു അങ്ങനെ തന്നെ പറയാ. എനിക്ക് പിന്നെ നല്ല നീളമുള്ള പേരായിരുന്നു കേട്ടോ, വീണാമോൾ KB. വീണ നായർ എന്നുള്ള ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കിനും അച്ഛനായിട്ട് ഇട്ടാം. ശരിക്കും കാവൽകുന്നുംപുറം ബാബു വീണാമോൾ എന്നാണ്. അല്ലാതെ പിടിക്കുമ്പോ നമ്മുടെ പാസ്പോർട്ടിലൊക്കെ നെയിം വരുമ്പോഴത്തേക്കിനും കാവൽകുന്നുംപുറം എന്നാണ് വീട്ടുപേര്. കാവൽകുന്നുംപുറം അതൊരു കുന്നുംപുറാണ്. ആ വീട്ടില് ആ റൗണ്ടിലുള്ള എല്ലാവരുടെയും വീട്ടുപേര് കാവൽകുന്നുംപുറം എന്നാ. മനസ്സിലായി? ഒരു റൗണ്ടാണ് കേട്ടാ. ഭയങ്കര രസം. നമ്മുടെ ഓളശ്ശേല വീട്ടില് ഒറ്റ റൗണ്ടാ. അത് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തുള്ള മിക്ക വീടുകൾക്ക് ഒരേ പേര്. എന്റെ വീട് കുന്നത്തെന്നാ പറയാ. ആ പേര് വരുന്നത് എങ്ങനെയാണെന്നറിയോ? മറ്റുള്ളതൊക്കെ വെള്ളം പൊങ്ങിയാലും നമ്മളോട് പൊങ്ങില്ല. ഇത് കാവൽകുന്നുംപുറ, ഒരു കുന്നുംപുറ. ഇതും കുന്നായിരിക്കും. അത് ജോഗ്രഫിക്കൽ ഫിനോമിനൻ വെച്ചിട്ടിടുന്ന ഒരു പേരാണ്. അപ്പൊ ആ വീട്ടുകാരുടെ മുഴുവൻ പേര് കാവൽകുന്നുംപുറം തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും. അപ്പൊ അതന്നെ കാവൽകുന്നുംപുറം ബാബു എന്നുള്ള എന്റെ അച്ഛന്റെ പേരാ. പണ്ട് ഈ കോട്ടയത്തേക്കും പലയിടത്തേക്കും മോള് ചേർക്കുന്ന ഒരു പേരാണ്, അനുമോൾ ഇല്ലേ? അതുപോലെ വീണാമോൾ. അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ചേച്ചിക്ക് അന്ന് ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ പേരല്ലേ ഇത്. പിന്നെ അത് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വന്ന സമയത്ത് +2 ഞാൻ വരുന്ന സമയത്ത് ഇത്രയും നീട്ടി പിടിച്ച പേര് വേണ്ട, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനാണ് വീണ നായർ എന്നാക്കിയത്. പിന്നെ അത് രജിസ്റ്റർ ആയി. ഇപ്പൊ എനിക്കിപ്പം നായർ ഉണ്ടെങ്കിലും ഇല്ലേക്ക് ഇപ്പൊ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാല് വീണാന്ന് പറഞ്ഞാല് വീണ നായർന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിപ്പം അങ്ങനെ പറഞ്ഞു എങ്ങനായി. അപ്പൊ ഞാൻ പറഞ്ഞത് +2 ആ ഒരു ഇതും സൗഹൃദവും ഈ ഒരു സ്നേഹവും സംഭവങ്ങളൊക്കെ പിന്നീട് ഞാൻ കാണുന്ന ഇവരുടെ ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ്. സുഹൃത്തുക്കളുടെ കൂട്ടായ്മ ഇത്രയും ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ സാർ? ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ? 300-ൽ പരം ആളുകളുള്ള ഗ്രൂപ്പാണ് വാട്സാപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയാ ഇതൊക്കെ കാണുമ്പോ. പക്ഷെ സത്യം പറഞ്ഞ ഇപ്പൊ ആഗ്രഹമുണ്ട് പ്രീ ഡിഗ്രി പഠിച്ചാൽ മതിയായിരുന്നു. കാരണം ഇവര് പറയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ +2 വരെ ശരിക്കും പറഞ്ഞാൽ മറ്റേ ജയിലിൽ അകപ്പെട്ട പോലെയാ. +2 കഴിഞ്ഞ് കോളേജിലേക്ക് വരുമ്പോഴാണ് കുറച്ച് ഫ്രീഡം കിട്ടുന്നത്. ഞാനും കുറെ കേട്ടിട്ടുണ്ട്. എന്റെ ഫാദറിന്റെ സിബ്ലിങ്സ് അവരൊക്കെ അവരുടെ ആ ഒരു ജനറേഷൻ ഫുള്ളി പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കസിൻസിന്റെ ഒരു ലെവൽ വരെയും പ്രീ ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് +1 +2ലേക്ക് പോയത്. അപ്പം കുറേ സ്റ്റോറീസ് ഞാൻ ഇതുപോലെ പ്രീ ഡിഗ്രി റിലേറ്റഡ് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കും തോന്നിയിട്ടുണ്ട് ഈ പ്രീ ഡിഗ്രി ഒക്കെ അവരോടൊക്കെ പറയണം. അവരുടെയൊക്കെ ആ പഴയകാല ഓർമ്മകൾ ഈ സിനിമയിലൂടെ അവർക്ക് കിട്ടും. 13-ാം തീയതി ജൂൺ 13 നേരെ വന്നോളാം പറഞ്ഞാൽ മതി. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് കാണുക എന്നുള്ളതാ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഭയങ്കര ഗ്രാമീണത അല്ലെങ്കിൽ നല്ല 90s കഥയാന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തില് 90s 90. ഇപ്പൊ 90s കിഡ്സ് ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അവർക്കൊക്കെ ഒരു ഭയങ്കര റിയൽ മൊമെന്റ് ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. കാര്യം ഇത് പറഞ്ഞു പോകുന്നത് ആ സമയത്ത് കൂട്ടായിരുന്ന കുറേ ആൾക്കാർക്ക് പിന്നീടുള്ള ലൈഫിൽ സംഭവിക്കുന്ന തമാശകളിലൂടെ ഇവരുടെ ആ ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായക്കാർക്ക് ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ പല തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും സീരിയസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും ടു ദ ക്രഞ്ച് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ക്യാമറ ഒന്നും ഇല്ലാതെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണുന്ന ജയൻ ഈ ജയൻ ആയിരിക്കില്ലല്ലോ. എൻ്റെ യഥാർത്ഥ നമ്മുടെയൊക്കെ അവസ്ഥ അതാണല്ലോ. ക്യാമറ ഇല്ലാതെ നമ്മൾ ഒരാളിപ്പം വീണെടുക്കലായാലും ഇതായിരിക്കില്ല വീണ. നമ്മളപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അടിച്ച് പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു വലിയൊരു ലൈഫ് ഈ ആ കാലത്തെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച കുട്ടികൾക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അവരുടെ ആ ചെറുതിലത്തെ വേഷം ഈ സിനിമ പറഞ്ഞു പോകുന്നത് ഈക്വലി ഡിവൈഡഡ് ആണ്. ഒന്ന് അവരുടെ പ്രീ ഡിഗ്രി കാലയളവ്, ഒന്ന് അവരുടെ ഇന്നത്തെ ലൈഫ്. അതിനെ തമ്മിൽ നോൺ ലീനിയർ ആയിട്ട് ഇന്റർമിങ്കിൾ ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോൾ കൂട്ടായിരുന്ന കുറേ ആൾക്കാർ, അന്നുണ്ടായിരുന്ന നായകൻ, അന്നുണ്ടായിരുന്ന വില്ലൻ, അന്നുണ്ടായിരുന്ന വൈരാഗ്യം കാണിച്ച ഒരാൾ, അന്നൊരു പ്രേമത്തിന് കുളവാക്കിയ ഒരുത്തൻ, അവൻ ഇവനെ കുറിച്ചുള്ള ഇമേജ് ഇയാളുടെ മനസ്സിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് പഠിക്കുക, ഞാൻ എന്തെങ്കിലും ഒരു ഉപദ്രവം അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്നെ തിരിച്ച് താങ്കൾ ഉപദ്രവിക്കുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് എന്നെ ലൈഫ് മുഴുവൻ ഇങ്ങനെ എന്നെ പിന്തുടർന്നു, കാലം കഴിഞ്ഞാൽ ഇത് മാറത്തില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ താങ്കൾ എപ്പോഴും എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ കുറേ റിലേഷൻസ് അവിടെ നിൽക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇവർ റീയുണൈറ്റ് ചെയ്യുമ്പോൾ, ഇവർ ഈ വാട്സാപ്പിലൂടെയൊക്കെ ചാറ്റ് ചെയ്ത് ഇവരൊരു ഒന്നിച്ചു കൂടാൻ ശ്രമിക്കുമ്പോൾ ആ പഴയ ആൾക്കാർ വന്നിട്ടൊരു അബദ്ധത്തിൻ്റെ പുറത്ത് ഇവരൊക്കെ കെണിയിലകപ്പെട്ടു പോവുക. അവിടെ രക്ഷിക്കാൻ വരുന്ന ആൾക്കാർ പോലും ചിലപ്പം പഴയ വൈരാഗ്യം വെച്ചുകൊണ്ട് അവൻ നമ്മളെ ഉപദ്രവിക്കുന്നുള്ളൊരു സസ്പീഷ്യസ് ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മളതിനെ വീക്ഷിക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരു കുറച്ച് കോമാളിത്തരങ്ങളും മണ്ടത്തരങ്ങളും അതിനിടെ കൂടെ ഒരു ലൈഫും ഒരു എന്താ പറയുക, ഒരു ലൈഫിൻ്റെ ഒരു മിറർ ഇമേജാണ്. നമ്മളിപ്പോൾ പഞ്ചവടി പാലം എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ടല്ലോ, നമ്മൾ നാട്ടിൽ കണ്ട് ശീലിച്ചിട്ടുള്ള അതുപോലത്തെ ഒരു റിയൽ ലൈഫ്, ഒരു എന്താ പറയുക, ഒരു ബയോപിക് എന്നൊക്കെ പറയാവുന്ന അവസ്ഥ. ഇദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ ബയോപിക് അല്ല, ബയോ ഫിക്ഷണൽ കോമഡി മൂവി. ബയോപിക് എന്ന് പറഞ്ഞാൽ അത് വളരെ 100% നീതി പുലർത്തണം. ഇത് അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫിക്ഷൻ ചേർത്ത് അത് കോമഡിയൊക്കെ ചേർത്ത് നല്ല സിനിമയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ജയൻ ചേട്ടന്റെ മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ക്യാമറയ്ക്ക് പുറകിൽ വേറൊരാളായിരിക്കും. ഇതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ജയൻ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ തോബിയാസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എൻ്റെ പാരൻസ് ഒക്കെ അല്ലെങ്കിൽ എൻ്റെ ആ അടുത്തുള്ള എല്ലാവരും കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പൊ അന്നൊക്കെ ഭയങ്കരമായിട്ട് സീരിയല് കാണുന്ന, ഗ്രാമത്തിലുള്ള സിറ്റിയിലുൾപ്പെടെ ലോകം മുഴുവൻ തോബിയാസ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലെ ചേട്ടൻ. ഇപ്പൊ അമ്മയുടെ ഒരു മെമ്പർ കൂടിയാണ് സർ ചേട്ടൻ. ഒരു എന്താ പറയാ, പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവിടെ നിന്നും ഇത്രയും ഒരു ഉയരത്തിലെത്തി നിൽക്കുന്ന ആ ഒരു ജേർണിനെ ചേട്ടൻ എങ്ങനെയാന്ന് നോക്കി? ഞാൻ ഉയരത്തിലെത്തിയിട്ടില്ല. ഞാൻ അന്ന് എവിടെ നിന്നോ അവിടെ നിന്നിട്ടുള്ളൂ ഇപ്പോഴും. നമ്മുടെ യാത്രകളെ കുറിച്ച് നമ്മൾ അറിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്തെന്നാ? ഞാനിപ്പം എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ജോലിയായിട്ട് കുറച്ച് കാലം. കാരണം ഞാൻ അങ്ങനെ ഒരു എൻ്റെ അമ്മൂമ്മ തൊട്ട് ട്രഷറി ഓഫീസറായിരുന്നു, അച്ഛനും അമ്മയൊക്കെ അധ്യാപകരായിരുന്നു, ചേച്ചി ഞാൻ MA ലിറ്ററേച്ചറാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പം ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് ആഗ്രഹിച്ച ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്ക് സിനിമയോടായിരുന്നു ആഗ്രഹം. പക്ഷേ അന്ന് എനിക്ക് നിൽക്കാൻ പൈസയില്ല. അപ്പം ഞാൻ കുറച്ച് കാലം റിലയൻസ് പെട്രോ കെമിക്കൽസിലും ഗോദ്രേജിലും ഒക്കെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് സദേൺ സീനിയർ സെയിൽസ് ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അത് കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലികളിലൊക്കെ ഒന്നാണ്. അന്ന് വലിയ ശമ്പളമൊക്കെയാണ്. പക്ഷേ എനിക്ക് ലക്ഷ്യം സിനിമയല്ല. അപ്പം ഞാനിപ്പോഴും പറയും, എനിക്ക് മാസം ഗസറ്റ് ഓഫീസർക്ക് 9,000 രൂപ കിട്ടുമ്പോൾ എനിക്ക് 36,000 രൂപ ശമ്പളം കിട്ടുന്നത്. അതും കളഞ്ഞിട്ട് ഞാൻ 500 രൂപയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ സിനിമ വന്ന് നിന്നയാളാണ്. അപ്പോൾ എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം അത്ര വലുതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് വന്ന അന്ന് അബാദ് പ്ലാസയിലെ അക്കോമഡേഷൻ, ഞാൻ അവിടുന്ന് കുടുംബസമേതത്തിന് അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ ചെമ്പൈ സംഗീത കച്ചേരി നടത്തുന്ന ആ പ്ലാറ്റ്ഫോമില്ലേ, അവിടെയാണ് 8 ദിവസം കിടന്നത്. അവിടെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ കുളിക്കും, അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിൽ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം നമുക്കുണ്ട്. 8 ദിവസം കിടന്നു. 8 ദിവസം കിടന്നപ്പോൾ ഞാൻ വലഞ്ഞു. 2 രൂപയുള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി 12:45 പുനലൂർ ബസ്സിന് കയറി ടിക്കറ്റ് പോലും എടുക്കാതെ ഞാൻ ചേർത്തല വന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ച് 10, 15, 20 രൂപ ഒപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ചവിടെ ചെന്നു. അപ്പോൾ എന്ത് വെച്ചാൽ ഞാൻ പോകുന്ന 2 ദിവസം ആ സീൻ അഭിനയിച്ചു, ആ സീൻ ഷൂട്ട് ചെയ്തു. എനിക്ക് വേഷം കിട്ടിയില്ല. 8 ദിവസം നിന്നിട്ട് കിട്ടിയില്ല. വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം തിരിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി ആ സീൻ ഷൂട്ട് ചെയ്തു. ഏതാ അഭിനയിച്ചത്? പ്രൊഡക്ഷൻ കൺട്രോളർ സുനിൽ ചങ്ങനാശ്ശേരി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മഞ്ഞ ഷർട്ടിട്ട് പുള്ളി ആ സീൻ അഭിനയിച്ചിട്ടുണ്ട്. മരിക്കുന്നവരെയാണെന്ന് മറക്കത്തില്ല. അപ്പം ഇതൊക്കെ അങ്ങനെ നമുക്ക് ഇതിലോട്ട് പാഷനേറ്റായിട്ട് നമ്മൾ എത്തി. അപ്പം ഈ സഞ്ചാര പദങ്ങളിൽ നമ്മൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾ അറിയുന്നതല്ലാതെ ഈ നേടുന്നയാൾ അറിയാൻ യാതൊരു ആരുടെ കാര്യത്തിലും ഞാൻ അന്ന് ചാൻസ് ചോദിച്ചു നിന്ന ആ ജയനിൽ നിന്ന് ഇന്ന് ചാൻസ്, ഇന്നും നല്ല സിനിമകൾക്ക് വേണ്ടി അവസരം കാത്തു നിൽക്കുന്ന ഒരു ജയൻ തന്നെയാണ്. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന സാങ്കേതികമായിട്ട് നമ്മളതിനകത്ത് വരുന്നു. ഞാൻ അതിൻ്റെ അധികാര സ്ഥാനത്ത് വരണം എന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. സത്യത്തിൽ കഴിഞ്ഞ വർഷം ഇലക്ഷൻ വരുന്ന സമയത്ത് അനൂപ് ചന്ദ്രനാണ്, ഞാൻ അവനോടാണ് അനൂപ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ജയൻപിള്ളേ അവൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അവൻ ജയൻ ചേട്ടാന്നും വിളിക്കത്തില്ല, ജയാന്നും വിളിക്കും, ജയൻപിള്ളേന്നേ വിളിക്കുള്ളൂ. ചേർത്തലക്കാരനാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാട്ട്. കാരണം അവൻ അക്കാഡമിക്കലി അഭിനയം ഞാൻ അക്കാഡമിക്കലി ഒന്നും പഠിച്ചിട്ടില്ല. അവൻ ഡ്രാമ സ്കൂളിൽ പോയി പഠിച്ചവനാണ്. അതിൻ്റെ ക്വാളിറ്റി അവനുണ്ട്. അപ്പം ഞാൻ അവനോട് റെസ്പെക്റ്റ് ആയിട്ട് അവനോട് ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അവൻ ജയൻപിള്ളേ എനിക്കൊന്ന് കാണണം, ഞാൻ വീട്ടിലോട്ട് വരും. അവൻ്റെ സ്കൂട്ടറുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ജയൻപിള്ളേ നമ്മൾ അവസാന ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ നല്ല വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഇപ്പം നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല. നമ്മൾ സിനിമയിലുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പം കാരണം എനിക്ക് നല്ല സിനിമകളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള സിനിമകളെ കിട്ടുന്നുള്ളൂ. ഭഗവാൻ സഹായിച്ച് പട്ടിണി കിടക്കാതിരിക്കാൻ പറ്റുന്ന സിനിമകൾ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല. ഇത് ആദ്യം തിരിച്ചറിയുന്ന ആൾ ഞാൻ തന്നെയാണ്. അപ്പം ഇത് ഞാനും അനൂപും തമ്മിൽ സംസാരിച്ചു.
അതുകൊണ്ട് ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയിൽ എന്തെങ്കിലും നമ്മളൊരു സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഘടകത്തിലോട്ട് നമ്മൾ എത്തിപ്പെടണം. അല്ലാതെ നമ്മളെ ആരും വളർത്താൻ സീരിയൽ പിന്നെ ചെയ്യാൻ എനിക്കൊരു ഭയങ്കര മടിയായിരുന്നു. ഇല്ലെങ്കിൽ സീരിയൽ ഇഷ്ടം പോലെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ആ മാനസപുത്രി ഒരു നല്ല പേര് കിട്ടി, നിങ്ങളീ പറഞ്ഞ പോലെ തോബിയാസ്. അപ്പോൾ ഇനി ഒരു അംഗത്തിന് ഇറങ്ങി അതിൻ്റെ പേരുകൂടി ഇല്ലാതാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിയതാണ്. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ പറഞ്ഞു നമുക്ക് മത്സരിക്കാം. അങ്ങനെ പോയിട്ട് അമ്മയിൽ ഭാരവാഹിത്തിൽ പേര് കൊടുത്തതാണ്. ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ചിരിക്കും. പ്രസിഡന്റിന് കൊടുത്തു, വൈസ് പ്രസിഡന്റിന് കൊടുത്തു, ജനറൽ സെക്രട്ടറിക്ക് കൊടുക്കാൻ തോന്നിയില്ല, ജോയിന്റ് സെക്രട്ടറിക്ക് കൊടുത്തു, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന് കൊടുത്തു, ട്രഷറർ 5 എണ്ണത്തിന് കൊടുത്തു. അപ്പം പ്രസിഡന്റ് ലാലേട്ടൻ വരുന്നു, ഒപ്പോസിഷൻ പാടില്ല എന്ന് പറഞ്ഞു, അത് പിൻവലിച്ചു. വൈസ് പ്രസിഡന്റ് നോക്കിയപ്പം കൊള്ളാം, 2 സീറ്റുണ്ട്, 3 പേര്, ഞാനും മഞ്ജു പിള്ളയും ജഗദീഷേ ഉള്ളൂ, അവിടെ നിൽക്കട്ടെ, അത് പിൻവലിച്ചില്ല. സെക്രട്ടറി ഞാൻ കൊടുത്തിട്ടില്ല, ജോയിന്റ് സെക്രട്ടറി ബാബുരാജും അനൂപും തമ്മിൽ മത്സരമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് പിൻവലിച്ചു. ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി മൂന്നന, അപ്പോൾ ഉണ്ണിക്കെതിരെ നിൽക്കുന്ന മോശമാണ്, അത് പിൻവലിച്ചു. അപ്പം പിൻവലിക്കാത്ത ഒരെണ്ണം വൈസ് പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിക്യൂട്ടീവ് സ്ഥാനം ഈ 2 കൂടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടോസ് ഇട്ട് നോക്കിയപ്പോൾ എക്സിക്യൂട്ടീവ് വേണ്ട, വൈസ് പ്രസിഡന്റ് മതി. എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് പിൻവലിച്ചു. ഞാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത്. അപ്പോൾ എന്നെ മലയാളത്തിലെ ഒരു വലിയ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുകയുണ്ടായി. എന്നോട് വ്യക്തി സ്വാതന്ത്ര്യമുള്ള എനിക്ക് വലിയ വേഷങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുള്ള ഒരു വലിയ പ്രൊഡ്യൂസർ ജയ, ആദ്യമായിട്ട് അമ്മയെ പോകുമ്പോൾ ജയനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് മത്സരിക്കേണ്ട കാര്യമുണ്ടോ, തോറ്റുപോകും ജയൻ. ഞാൻ പറഞ്ഞു എനിക്കും അറിയാൻ തോക്കുമെന്ന്. അപ്പോൾ എന്നാൽ എക്സിക്യൂട്ടീവായിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് ഞാൻ പിൻവലിച്ചു പോയി ചേട്ടാ. അയ്യോ അതിനി അബദ്ധമായല്ലോ, എന്നാൽ നിൽക്കുക കേട്ടോ, ശ്രമിച്ചു നോക്ക് കേട്ടോ, പക്ഷേ പ്രയാസമാണ് കേട്ടോ. ശരി, പക്ഷേ ദൗർഭാഗ്യം അല്ല ഭാഗ്യവശാൽ ജയിച്ചു കയറി. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യങ്ങളിലുള്ള സ്ഥാനം, അത് തുറന്നിപ്പോ പറയാം. അത് അമ്മയിലെ ഭാരവാഹിത്വം ലക്ഷ്യങ്ങളിലോ സ്വപ്നങ്ങളിലോ ഉള്ള സാധനമൊന്നുമല്ല. സിനിമയിലെ വേഷങ്ങൾ ലക്ഷ്യങ്ങളിലും സ്വപ്നങ്ങളിലും ഉള്ളതാണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് അമ്മയ്ക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പം നമ്മളതിൻ്റെ ഫോർ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ മാക്സിമം ഞാൻ അതിന് വേണ്ടി പൊരുതി നിന്നു. എൻ്റെ കൂടെ ഈ അഡ്ഹോക് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. കൂടാതെ ബാബുരാജ്, ഞാനും ബാബുവും ഞങ്ങൾ ഒരുപാട്, എനിക്ക് അതുവരെ പരിചയമൊന്നുമില്ല. ബാബുവിൻ്റെയൊക്കെ ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, കണ്ടാൽ ഇങ്ങനെ ചിരിക്കും എന്നുള്ളതിനപ്പുറത്തോട്ട് ഞങ്ങൾ ബന്ധമില്ല. അമ്മയിൽ വന്നിട്ടുണ്ടാക്കിയ ബന്ധമാണ്. പക്ഷേ ഇപ്പം എനിക്കതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തെ ആൾക്കാരൊന്നുമല്ല, അവരവർക്ക് നല്ല മനുഷ്യരാണ്. ബാബുരാജായാലും ശരി, ഈ ടിനി ടോം ആയാലും ശരി, ഷാജോൺ ആയാലും ശരി, വിനു മോഹനായാലും സരയു ആയാലും അനന്യ ആയാലും ജോമോൾ, ഇവരൊന്നും ഞാൻ മിണ്ടിയിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അൻസിബ, ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പം ഒരു പുതിയ കുറേ ആൾക്കാർ, ടൊവിനോ, സുരാജ് പിന്നെ നേരത്തെ അറിയാം. അപ്പം സുരാജ് ഒഴിച്ചു ബാക്കി ആരുമായിട്ടും എനിക്ക് അത്ര വ്യക്തിബന്ധം, ലാലേട്ടനുമായിട്ട് പോലും ഞാനധികം വേണ്ടിയിട്ടില്ല. ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പം അത് ഇപ്പം പക്ഷേ നമുക്ക് അതിൽ അഭിമാനിക്കുന്നു, അതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. എന്നാൽ കഴിയുന്ന വിധത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ അതിലൊക്കെ വലുത് നല്ല സിനിമകൾ കിട്ടുക എന്നുള്ളത്. പ്രയോറിറ്റി എപ്പോഴും നല്ല വേഷങ്ങളും നല്ല സിനിമയും തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചേട്ടന് കിട്ടിയ ആ സ്ഥാനം ചേട്ടൻ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതിൽ. അപ്പൊ എന്തായാലും കുറച്ച് നേരമായിട്ട് എനിക്ക് ഇവിടെ നിർത്തിക്കോ എന്ന് വിളി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അടി കിട്ടുന്നതിന് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. PDC ഒരു അത്ര ചെറിയ ഡിഗ്രി അല്ല. എന്തായാലും തിയേറ്ററിൽ എത്തുമ്പോൾ ജൂൺ 13-ന്, അതെ, ജൂൺ 13-ന് റിലീസ് ആവുകയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. നല്ലൊരു സക്സസ് മൂവി ആവട്ടെ. താങ്ക് യു.